കൊല്ലം ഇരവിപുരം സീറ്റിനെ ചൊല്ലിയുള്ള RSPയിലെ തർക്കത്തിനൊടുവിൽ സമവായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തി നേതൃത്വം. മകനെ മത്സര രംഗത്ത് ഇറക്കാനുള്ള NK പ്രേമചന്ദ്രന്റെ നീക്കത്തിന് തിരിച്ചടി. കാർത്തിക് പ്രേമചന്ദ്രന്റെ പേര് വെട്ടാൻ നിർബന്ധം പിടിച്ചത് ഷിബു ബേബി ജോൺ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ RSPയിലെ തർക്കം രൂക്ഷമായിരുന്നു. ഇരവിപുരം സീറ്റിൽ NK പ്രേമചന്ദ്രൻ MPയുടെ മകൻ കാർത്തിക് പ്രേമചന്ദ്രനെ മത്സരിപ്പിക്കണമെന്നതായിരുന്നു ഒരു വിഭാഗത്തിന്റെ ആവശ്യം. എന്നാൽ അത് തെറ്റായ കീഴ്വഴക്കമാണെന്ന് മറുവിഭാഗം. കാർത്തിക് ഉൾപ്പെടെ 5 പേരുടെ പട്ടിക RSP മണ്ഡലം കമ്മിറ്റി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരുന്നു. അതിൽ നിന്ന് 2 പേരുകൾ ഇന്ന് കൊല്ലത്ത് നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തു. ഇതിനിടെ വികാരഭരിതനായി NK പ്രേമചന്ദ്രനും തന്റെ മകൻ മത്സരിക്കാൻ യോഗ്യനല്ലെന്ന് പറയാൻ അസീസിനെ ആര് ചുമതലപ്പെടുത്തിയെന്നും ഏറെ വിഷമമുണ്ടാക്കിയെന്നും NK പ്രേമചന്ദ്രൻ പറഞ്ഞു. അതേസമയം ഭൂരിപക്ഷം അംഗങ്ങളും പിന്തുണച്ച കാർത്തിക്കിന്റെ പേര് ഉൾപ്പെടുത്തുന്നത് ഷിബു ബേബി ജോൺ എതിർത്തു. സ്ഥാനാർത്ഥി പരിഗണനയിലുണ്ടായിരുന്ന MS ഗോപകുമാറും തർക്കത്തിന്റെ ഭാഗമായി. തുടർന്ന് ഒരു സമവായ സ്ഥാനാർത്ഥിയിലേക്ക് ചർച്ച നീങ്ങി. RYF സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണുമോഹൻ ഇരവിപുരത്ത് മത്സരിക്കും. NK പ്രേമചന്ദ്രൻ MPക്ക് ഇത് വലിയ തിരിച്ചടിയായി. സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ് പ്രതികരിച്ച ഷിബു ബേബി ജോൺ പറഞ്ഞത് ഇനിയുള്ളത് നിലനിൽപ്പിന്റെ പോരാട്ടമാണെന്നതാണ്. നിലനിൽപ്പിന്റെ പോരാട്ടമാണ്, അതിജീവനത്തിനല്ല, നിലനിൽപ്പിന്റെ പോരാട്ടം തന്നെയാണ്. അന്നേരം അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് പാർട്ടി എല്ലാ വശങ്ങളും ചർച്ച ചെയ്യുന്നത്. അല്ല, ഒരു ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ചില ചർച്ചകൾ നടന്നു, പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടു. ആ പേരുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് അവസാനമായി RSP ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങൾ ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നില്ല. അത് UDF ലീഡർഷിപ്പുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവരുടെ പ്രഖ്യാപനത്തിനോടൊപ്പം RSPയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ജില്ലയ്ക്ക് പുറത്തുള്ള സീറ്റുകളിൽ UDFുമായി RSP ചർച്ച നടത്തും. മട്ടന്നൂരിന് പകരം ചടയമംഗലം സീറ്റാണ് ആവശ്യപ്പെടുക. രണ്ടാമത്തെ പരിഗണന കാഞ്ഞങ്ങാടുമാണ്. ജനം, കൊല്ലം.